പല നാടുകളിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വർഷം നേരത്തെ എവിടെയോ പലപ്പോഴും പറഞ്ഞിട്ടുള്ള 1 വർഷം 1.5 വർഷം മുമ്പ് ഞാൻ പോയതാണ് റുവാണ്ട എന്ന് പറഞ്ഞൊരു രാജ്യം. ആ രാജ്യം എങ്ങനെയാണ് വൃത്തി ഒരു നാട്ടിൽ നടപ്പാക്കുന്നത്, ആ രാജ്യം എങ്ങനെയാണ് പൗരന്മാർ 1 മാസം മിനിമം ഇത്ര സമയം എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ അവിടെ നിന്ന് എടുക്കാം. അതായത് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാ ജീവനക്കാരും ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള സമയം അവർക്ക് ഫ്രീയാണ്. ആ സമയത്ത് ഇവരുടെ എക്സസൈസിൻ്റെ സമയമാണ്. അവർ ഓടണം, ജോഗിങ് നടത്തണം, എക്സസൈസ് നടത്തണം. അതിനുവേണ്ടിയുള്ള സ്ട്രീറ്റുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. പച്ച പെയിൻ്റ് അടിച്ച സ്ട്രീറ്റുകളാണ്. അവിടെ ജനം മുഴുവൻ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ ഓട്ടമാണ്. വേറൊരു ചില ദിവസങ്ങളിൽ ചില സിറ്റികളിൽ രാവിലെ സൺഡേ ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഞായറാഴ്ച 11 മണി വരെ കാറുകൾ അനുവദിക്കില്ല. ഒരു വാഹനവും ഓടാൻ പാടില്ല. ആംബുലൻസ് പോലെ എമർജൻസി സർവീസുകളല്ലാതെ ഒന്നും ഓടാൻ പാടില്ല. മറ്റൊന്ന്, മാസത്തിലൊരു ദിവസം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും സാധാരണ മനുഷ്യരും എല്ലാവരും പുറത്തിറങ്ങി വീടും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കിയിരിക്കണം. മാസത്തിലൊരു ദിവസം നിർബന്ധമായ ക്ലീനിങ് ആ രാജ്യത്ത് എല്ലാവരും അതിലിരുന്നുള്ളതാണ്. പ്രസിഡന്റ് ഉൾപ്പെടെ ഇറങ്ങും. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്നതല്ലേ?